സങ്കടകരമായൊരു ഒരു വലിയൊരു സംഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകം ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിത ചരിത്രങ്ങളാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യൻ്റെ കൂടെ തൻ്റെ പെൺമക്കൾ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു. പക്ഷേ അവിടെ മദ്യപിച്ച് കിടന്ന ആ മനുഷ്യൻ എഴുന്നേറ്റതും എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ലെന്നാണ്. എന്തൊരു ദുര്യോഗം, എന്തൊരു ദുരന്തം, എന്തൊരു ഭയാനകം, എന്തൊരു ഭീതികരം. ഒരപ്പൻ പലതും എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ലെന്നുള്ള സങ്കടം. പക്ഷെ അമ്മ എന്ന് പറയുന്നത് എല്ലാം എന്ത് ചെയ്യുന്നതാ, അറിയുന്നവരാ. നമുക്കറിയാം, പിള്ളേരുടെ ചെറിയ ചലനങ്ങൾ പോലും അമ്മ അറിയും. ചില പെൺപിള്ളേരൊക്കെ ഈടെയായിട്ട് ഇങ്ങനെ മുറിക്കകത്തൊക്കെ ഇരിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അമ്മ പുറകെ നടക്കും. നിനക്കെന്താടി, നിനക്കെന്താ പറ്റിയടി, എനിക്കൊന്നും പറ്റിയില്ല, എടി എന്തോ അടി പറയടി. അമ്മ ഇങ്ങനെങ്കിലും പറയിപ്പിക്കും, കണ്ടുപിടിക്കും. എന്നോട് എത്ര അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അവളെ ഒന്ന് പൊക്കണം, എന്തോ കുരുത്തക്കടുണ്ട്. ഞാൻ ചോദിച്ചു എന്തോ ചെയ്യണ്ടേ? ആത്മാവ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ എന്നെ നരകത്തിൽ കൊണ്ടിടാൻ കള്ളം പറയിപ്പിക്കണം, പാസ്റ്റർ രക്ഷിക്കണ്ടേ. അപ്പോൾ എന്നാലും അമ്മ കണ്ടുപിടിക്കും. അതാണ് അമ്മയുടെ ഒരു വലിയ കാര്യം. അമ്മ സമം അറിയുന്നവളാണ്. അച്ചായന്മാരാണേലും ചെറിയ കുരുത്തക്കേട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവള് പൊക്കും. അമ്മ, എടോ മനുഷ്യ, തനിക്ക് ഇടിയായിട്ട് എന്തോ പറ്റിയേ, താൻ എവിടെയാണ്, താൻ ആരെയാണ് ഫോൺ ചെയ്യുന്നത്, താൻ ആരെയാണ് വിളിക്കുന്നത്, എങ്ങനായാലും അമ്മയ്ക്ക് ഫോണിൻ്റെ കുരുക്കൊന്നും അറിയത്തില്ലല്ലോ. അമ്മ എല്ലാം പൊക്കുകയും ചെയ്യും. അവസാനം അവളെയും ചീത്ത വിളിക്കും, ഈളെയും ചീത്ത വിളിക്കും. അമ്മ ഇടിനാശം, വെള്ളപ്പൊക്കം ഉണ്ടാവും, അച്ചായൻ ഒതുങ്ങും. എന്നാ കാര്യം? അവൾ സമം അറിയുന്നവൾ. അമ്മ എല്ലാം അറിയുന്നവളാണ്. ഭയങ്കര സംഭവമാണ് അമ്മ. ഞാൻ ഈ ക്യാമ്പിനൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഈ മക്കൾ എന്നോട് വന്ന് ചോദിക്കും, ഈ ലവ്, സെക്സ്, മാരേജ്, ഇപ്പോഴത്തെ ഇഷ്യൂസൊക്കെ ചെറിയ കൃപയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ പിള്ളേർ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, പാഷങ്ങളെ അങ്കിളിന് അപ്പം പ്രേമമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറയും, എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് പ്രേമം എന്നോട് തോന്നിയില്ല, എനിക്ക് എന്നോടും തോന്നിയില്ല, എന്നോട് തോന്നിയതിനോട് എനിക്കും തോന്നിയില്ല. രണ്ടും കൂടെ ഒന്ന് അടുത്തപ്പം എൻ്റെ അമ്മ പൊക്കി. അതുകൊണ്ടൊന്നും നടന്നില്ല. എല്ലാം പിടിക്കുക മാത്രമാണോ? പിന്നെ അങ്ങ് ഉപവസിച്ച് കരഞ്ഞ് പൊട്ടിക്കുകയല്ലോ. ഇതാണ് ആര്? അമ്മ. അപ്പോൾ എല്ലാം അറിയുന്നവൾ ആരാണ്? അമ്മ. എല്ലാ അമ്മമാരൊന്ന് കൈപൊക്കിക്ക്. എല്ലാ അമ്മമാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്ര. ഈ മക്കളെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അമ്മ. ഇന്ന് സത്യത്തിൽ ഈ അമ്മമാർ ജീവനോടുള്ളത് കൊണ്ടാണ്. ഈ അമ്മ എന്ന് പറയുന്നതിന് വേദപുസ്തകത്തിൽ മറിയത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. മറിയത്തെക്കുറിച്ച് ഇമാം പറയുന്നുണ്ട്, നീ ഭാഗ്യപ്പെട്ടോളാ, പുണ്യപ്പെട്ടോളാ, പക്ഷെ നിൻ്റെ ചങ്കിനകത്തൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. അമ്മാസമം ചങ്കിനകത്ത് വാളുള്ളവളാ. കുഞ്ഞ് ബൈക്കിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ താമസിച്ചാൽ അവൾ അസ്വസ്ഥയാകും. 4 മണിക്ക് വരുന്ന കുഞ്ഞ് 4:30 ആയാൽ അവൾ അസ്വസ്ഥയാകും. ഉടനെ വിളി തുടങ്ങും, ഈ പിള്ളേർ എടുക്കുമോ? ഇല്ല. അപ്പോൾ എന്തോ ചെയ്യും? അവിടെ കൂട്ടുകാരിയെ വിളിക്കും. പിന്നെ അവിടെ വാതുക്കെ പോയി നിൽക്കും. ഇവളിങ്ങോട്ട് വരുമ്പം ബഹളം ചവിട്ടി കുലിക്കുക വരുന്നത്. എന്തിനാ വിളിച്ച്? കൂട്ടുകാരോട് ചോദിച്ചു, എന്നെ നാണം കെടുത്തിയില്ലയോ, അവിടെ വീട്ടിൽ വിളിച്ചില്ലയോ, ഞാനിപ്പം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. പക്ഷേ 4:30 അമ്മ കാത്തിരിക്കുന്നുണ്ടല്ലേ. എന്നോട് എത്രയോ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ ആകുമ്പം പഠിക്കടി എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? ഒന്നുമില്ല, രാവിലെ എഴുന്നേക്കടി എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? എഴുന്നേക്കടി എന്ന് പറയാൻ ഒരാൾ വേണം, കുളിക്കടി എന്ന് പറയാൻ ഒരാൾ വേണം, കിടക്കടി എന്ന് പറയാൻ ഒരാൾ വേണം, പഠിക്കടി എന്ന് പറയാൻ ഒരാൾ വേണം, പ്രാർത്ഥിക്കടി എന്ന് പറയാൻ ഒരാൾ വേണ്ടേ? രാവിലെ ഒരു മിഷൻ ഗണ്ണകത്തോട്ട് ഉണ്ടയിട്ടാൽ വൈകുന്നേരം തീർന്നിടം വരെ അതിങ്ങനെ വെടി പൊട്ടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ആ വെടി നിശബ്ദമാകുമ്പോൾ നമ്മൾ ഓർക്കും, വീടത്ര നിശബ്ദമായി. പിന്നെ വീട്ടിൽ എടി പൊടി വടി എന്ന് പറയാൻ അറിയില്ല. എന്നാലും അതൊരു സംഭവമല്ലേ. അപ്പോൾ ഈ അമ്മാസമം അറിയുന്നവൾ. അമ്മ അറിഞ്ഞിട്ടത് ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത്? അവിടെ തികയാതെ വന്നു. അവരൊത്തിരി ദിവസം കൊണ്ടാണ് ഒരു വിവാഹത്തിന് കാര്യങ്ങൾ ക്രമീകരിക്കുക. എല്ലാ മനുഷ്യരും കല്യാണത്തിനൊക്കെ ഏറ്റവും വലുത് എന്താ? വിവാഹ ശുശ്രൂഷ. വധുവിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുക്കങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ആൾക്കാരെ വിളിക്കുക, നല്ല സദ്യ കൊടുക്കുക. അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്, നമ്മുടെ നാട്ടു പാരമ്പര്യമാണ്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിലൊക്കെ നല്ല ഫുഡ് കൊടുക്കുക, അത് മിച്ചം വരിക, അതൊരു ക്രൈസ്തവ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ട് മക്കളെല്ലാം പറഞ്ഞ് എത്ര കൊട്ട മിച്ചം എടുത്തു? 12 കൊട്ട എന്ത് ചെയ്തു? മിച്ചം എടുത്തു. എന്തിനാ 12 കൊട്ട മിച്ചം വരുത്തിയേ?
എന്തിനാ 12? എനിക്കത് മനസ്സിലാക്കി തന്നത് ഒരു പാവം പിടിച്ച ഉപദേശിയ. ഇതുപോലൊരു കൊച്ചു കൺവെൻഷൻ, ഇതുപോലല്ല, ഒരു കൊച്ചു കൺവെൻഷൻ ഞങ്ങളുടെ മുറ്റത്ത് കിടക്കുക ഒത്തിരി വർഷം മുമ്പ്. അപ്പോൾ ഒരു സഞ്ചാര സുവിശേഷകനായി ദൈവദാസനെ അതുവഴി പോയപ്പം അദ്ദേഹത്തോട് കൺവെൻഷൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1.5 പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു കേട്ടോ. പുള്ളി ഒരു പ്രാർത്ഥിച്ച്, സർവ്വശക്തനായ ദൈവമേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച്, ആ 5000 പോഷിപ്പിച്ച് എല്ലാവർക്കും വയറ് നിറച്ച് കൊടുത്ത്, പിന്നെ അത് മിച്ചം വരുത്തി അത് ഈ അപ്പോസ്തലന്മാരോട് പറഞ്ഞു പറക്കടാന്ന് പറഞ്ഞു. അങ്ങനെ 12 കൊട്ട കൊടുത്ത് 12 കൊട്ടയ്ക്ക് നിറച്ചെടുപ്പിച്ചിട്ട് ആ നിറഞ്ഞ കൊട്ടകൾ 12 അപ്പോസ്തലന്മാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് കൊടുക്കട നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞ് 12 മുക്കൊക്കെ കൂടിയിലെ പട്ടിണി മാറ്റിയ കർത്താവെന്ന് പറഞ്ഞ് 2 അടിയുടെ എവിടാ നെഞ്ചത്താ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തിനാ ഈ 12 കൊട്ട നിറച്ചെടുത്ത് 12 അപ്പോസ്തലന്മാരുടെ വീട്ടിൽ കൊടുത്ത് വിടണ്ടേ? പാവങ്ങൾ ഇതൊക്കെ കഴിയുമ്പോൾ അവിടെ വീട്ടിൽ പിള്ളേരില്ലേ? അപ്പോൾ അവരുടെ കാര്യം കൂടെ ഇവർ ഈ തിരക്കിനിടയ്ക്ക് മറന്നു പോയാലും മറക്കാത്തൊരു കർത്താവില്ലേ? അപ്പം കർത്താവ് അവരുടെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയൊക്കെ അന്വേഷിച്ചാൽ അതോടുകൂടെ നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം നോക്കുന്ന ഒരു ദൈവം, നീ എൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം നോക്കുന്ന കർത്താവ്. അപ്പം ഒരു കല്യാണ വീടിന് മിച്ചം വരണം, അതാണൊരു ക്രൈസ്തവ പാരമ്പര്യം അല്ലേ? തികയാതെ പോകരുത്. തികയാതെ പോയാൽ നാണക്കേടല്ലേ? ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, വല്ലാത്ത സങ്കടത്തോടെ ഉണ്ടായൊരു കാര്യമാണ്. ഒരു കല്യാണം, ഒത്തിരി പേരെ വിളിച്ചൊരു കല്യാണം. പക്ഷേ ആ കല്യാണത്തിൻ്റെ അന്ന് പെട്ടെന്നൊരു ബന്ദ് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മുടെ പണ്ടൊക്കെ ബന്ദ് പെട്ടെന്ന് പ്രഖ്യാപിക്കും, പിന്നെ അത് ഹൈക്കോടതി ഉത്തരവൊക്കെ ഉണ്ടായി, അങ്ങനെ പെട്ടെന്ന് പ്രഖ്യാപിക്കരുത്, എന്നാലും അത് ഹർത്താലാക്കും. എന്തായാലും ബന്ദ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നാളെ ആരും റോഡിൽ ഇറങ്ങത്തുള്ളെന്ന് ചിന്ത. അപ്പോൾ ഇത്ര ആളൊന്നും വരത്തില്ല, അവർ ഇതെല്ലാം സദ്യയെല്ലാം വെട്ടിക്കുറച്ച് ഇതെല്ലാം മിച്ചം വരത്തില്ലേ. പക്ഷേ കണക്കുകളെയും കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് എല്ലാവരും വണ്ടിയിൽ വിവാഹം ഒന്ന് എഴുതി ഒട്ടിച്ച് സകുടുംബ സാന്നിധ്യം കല്യാണത്തിന് വന്നപ്പോൾ എന്താണ്ട് നിറഞ്ഞ ആൾ, ആർക്കും കിട്ടിയില്ല. കിട്ടിയവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് ഒത്തിരി പേർക്ക് കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാനോടത്ത് നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഒരു മോനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഇന്ന വീട്ടിലെ ആളാണ്, അമ്മയ്ക്ക് അറിയാമോ? എട്ടുത്തവായി എൻ്റെ അമ്മ ചോദിക്കുക, ഇവരുടെ കല്യാണത്തിന് പോയപ്പോഴല്ലേടാ തികയാതെ വന്നെന്ന്. ഉയ്യോ, ആ പയ്യൻ അവിടെ നിന്ന് അങ്ങ് ചമ്മി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ ഞാൻ വാക്ക് പറയാം, എന്നെ മനുഷ്യനെ നണങ്കെടുത്തില്ല, എന്തോ പണിയെ കാണിച്ച്. അമ്മ എൻ്റെ പറഞ്ഞടാ പറ്റിപ്പോയി, നാണക്കേടായിപ്പോയി. പക്ഷെ എന്തോ ചെയ്യാനാ, മനസ്സിരിക്കുക, തികയാതെ വന്നത് നിത്യ നാണക്കേടാ. ഇതെന്താ പറ്റുക? മനുഷ്യൻ്റെ ഒക്കെ അവരൊത്തിരി ദിവസം കൊണ്ട് കണക്ക് കൂട്ടി, എത്ര പേരെ വിളിച്ചു, എത്ര പേർക്ക് വേണം, എത്ര പേർക്ക് കൊടുക്കണം, എത്ര പേര് വരും, സ്കൂൾ അവധിയാണോ, പിള്ളേർ വരുമോ, എത്ര പേര് കുടുംബമായിട്ട് വരും, ഇതെല്ലാം ആലോചിച്ച് കുറേ കണക്കൊക്കെ എടുത്ത് കൂട്ടിയും കഴിച്ചും ഒക്കെയാണ് എന്തോ തീരുമാനിക്കുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷേ കണക്കൂട്ടുകളെല്ലാം കണക്കൂട്ടുകൾ തെറ്റിപ്പോയി. അവർക്ക് ഇനി എന്നും ആ വീട് ഓർക്കപ്പെടും, തികയാതെ വന്ന വീട്. കുറേ 10-20 ഒരു തലമുറ മരിക്കുന്നവരെയെങ്കിലും അത് ഓർക്കത്തില്ലേ? ഓർക്കാം. പക്ഷേ കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യനും ഇതുപോലാണ്. മനുഷ്യൻ്റെ കണക്കുകളും കണക്കൂട്ടലുമൊക്കെ തെറ്റും. നമ്മളെല്ലാ മനുഷ്യരും ഒത്തിരി കണക്കുകളുള്ളവരാണ്. നമ്മുടെ പിള്ളേരെക്കുറിച്ച് നമുക്ക് കണക്കുകളുണ്ട്, കണക്ക് കൂട്ടലുകളുണ്ട് അല്ലേ? കണക്കൂട്ടലുണ്ട്. പഠിക്കാൻ മിടുക്കിയായിരുന്ന കുട്ടി പഠിക്കാൻ പോയി സങ്കടം കൊണ്ട് പറയുക, എന്തെല്ലാം കാര്യമാണ് കണക്കൂട്ടിൽ ഒത്തിരി വെച്ച അപ്പം പഠിപ്പിച്ചു. അപ്പോൾ അപ്പനൊരു ചിന്തയുണ്ട്, മൂത്തതൊക്കെ പഠിച്ചിറങ്ങി ഒരു നല്ലയൊക്കെ ജോലിയായ ഇളയതിനെ എന്ത് ചെയ്തോളും, പഠിപ്പിച്ചോളും. അങ്ങനെ പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞ് കല്യാണം ആലോചിക്കപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പം കല്യാണം വേണ്ട, അതെന്നെ മക്കളെ കുറച്ചാൾ ജോലി ചെയ്ത് അപ്പായെ സഹായിക്കണം. അപ്പ പറഞ്ഞു, ഇത്രയും നാളും അപ്പ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ഇവിടം വരെ വന്നേ, ഇനി മുൻപോട്ട് പോകണം, കൊച്ചു കല്യാണം കഴിക്കും. അങ്ങനല്ല, വേണ്ട. എന്നാലും അപ്പൻ ആലോചന മുറുകിയപ്പോൾ ഇവിടെ സ്വരം മാറി. ഇവള് പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. കാര്യം ചോദിച്ചപ്പോഴാണ് പറയുക, എനിക്ക് ഒരുത്തിനുമായിട്ട് സ്നേഹമാണ്. ആണോ? ആരെയെ ചോദിച്ച് പറഞ്ഞു വന്നപ്പോഴോ 7 അയലോക്കത്ത് ഒക്കുന്ന ഒരാളല്ല, 1 വിശ്വാസമില്ല, 2 വിദ്യാഭ്യാസം ഇല്ല, ഒരു തരത്തിലും ഒക്കത്തില്ല. അവൻ ഇച്ചിരി മദ്യപാനവും ലഹരിയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ പെങ്കൊച്ചിന് അവനെ മതി. അപ്പൻ എന്തോ ചെയ്യാനാ? അപ്പൻ നമ്മുടെ തനി നാട്ടിൻപുറത്തുകാരൻ, പാവം അപ്പൻ പറഞ്ഞു, ഉണ്ടാലുണ്ട്, ഇല്ലേലില്ല, ഞാൻ വെട്ടിക്കീറിക്കളയും. വെട്ടിക്കീറാൻ നോക്കുമോ? ഇല്ല. അവളിങ്ങനെ നിൽക്കുക, വെട്ടിക്കൂ. അമ്മ ഇടയ്ക്ക് കയറി. അമ്മ അവസാനം അമ്മയുടെ വജ്രായുധം എടുത്തു. അമ്മയുടെ തിരുവനന്തപുരത്തെ എനിക്കറിയത്തില്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ അമ്മമാരുടെ വജ്രായുധം എന്തെന്നറിയാമോ? കരഞ്ഞ് കാണിക്കും. നിന്നെ ഞാൻ 9 മാസം നൊന്തല്ലേടി, കൊണ്ടുനടന്നല്ലേടി. അതും പൊട്ടിപ്പോയി. ഈ അടുത്തിടയ്ക്ക് അങ്ങനെ കണക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ന്യൂജൻ ചെറുക്കൻ പറഞ്ഞു, 9 മാസം ചുമന്നോ, അതിനെന്തോ വേണം? എടാ നന്ദി വേണമെടാ. അവൻ പറഞ്ഞു, എന്നോട് നന്ദി വേണം. അതിനാ 9 മാസം കഴിഞ്ഞപ്പം അമ്മയ്ക്ക് പ്രസവവേദന വന്നപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ, അമ്മ എന്തോ ഇതനെ
അമ്മ എന്തോ ഇതന്നെ, അമ്മ നെഞ്ചു പൊട്ടി ചത്തുപോയനെ. അപ്പം ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി വന്നോണ്ടാ. നന്ദി പറഞ്ഞോണം. മര്യാദയ്ക്ക് ഞാൻ ടെൻഷനൊന്നും അടുപ്പിക്കാതെ വന്നില്ലേ, നന്ദി എനിക്ക് പറയണം. അപ്പോൾ അതിരിക്കത്തില്ല, കരഞ്ഞാൽ ഏക്കത്തില്ല. ആ കരഞ്ഞാതെ ഏക്കാതെ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തെ പാവം അമ്മമാരുടെ ഒരു വഴിയുണ്ടായിരുന്നു. എന്നാണെന്നറിയാവോ? ഇടിക്കും, കൊല്ലടീ ഇടി, കൊല്ലടീ ഇടി, കൊല്ലടീ നിനക്ക് കെട്ടണോടീ വലിച്ചിട്ട് ഇടിക്കുമ്പോൾ പണ്ടത്തെ പെൺപിള്ളേരൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മ ഇടിക്കല്ലേ അമ്മ, എനിക്ക് കെട്ടണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് അമ്മ ഇടിച്ചപ്പം പറഞ്ഞു കെട്ടണ്ട. പക്ഷേ ഇപ്പോഴത്തേത് കെട്ടി ഇടിച്ചാലും മിണ്ടത്തില്ല, അതിങ്ങനെ നിൽക്കും. അപ്പം അപ്പുറത്തെ സിനിമാ തിയേറ്ററിൽ നിന്നൊരു പാട്ട്, നെഞ്ചിലാകെ കല്ലാണേ, നെഞ്ചിലാകെ എന്താ കല്ല, ഇടിച്ചാലയോ ഇല്ല, ഇടിച്ചാലയോ ഇല്ല. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, കൂടോത്ര കൈവശം കൈവശം കൈവശ കൈവശ. ഉപദേശിയെ വിളിച്ചു, പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ. ഞാൻ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ കൊച്ചൻ്റെ ചെവി പറഞ്ഞു, കുട്ടകക്കണക്കിന് വെള്ളം കുടിപ്പിച്ച് പാസ്റ്ററെ, ഇത് പൊട്ടുന്ന കൈവശമല്ലെന്ന്. ഒത്തിരി ഉപദേശിച്ച് കുട്ടകക്കണക്കിന് വെള്ളം തന്ന്, ഇത് പൊട്ടുന്ന കൈവശമല്ല. എന്തോ ചെയ്യാനാ, കണക്കൂട്ട് തെറ്റിയില്ലേ? എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നിൽക്കുക, കണക്കൂട്ട് തെറ്റി. പഠിക്കാൻ പോയ കുഞ്ഞ് എല്ലാം സഹിക്കാം, പക്ഷെ മയക്കുമരുന്ന് കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ കണക്കൂട്ടിൽ തെറ്റിയില്ലേ? നല്ല രീതിയിൽ കയറി വരികയാണ് അവർ. സന്തോഷമാണ്. പക്ഷെ പെട്ടെന്നാണ് അമ്മാമ്മയുടെ ദേഹത്തൊരു തടിപ്പ്. പിന്നത് ചെറിയൊരു ഹോസ്പിറ്റലിൽ അവരത് റെഫർ ചെയ്തു, RCC. തിരിച്ചു വരുമ്പോഴോ ഒറ്റ മുടിയില്ല. കണക്കൂട്ടിൽ തെറ്റിയില്ലേ? എല്ലാ കണക്കൂട്ടും തെറ്റിയില്ലേ? അച്ഛനും ഗൾഫിൽ നല്ല ജോലിയാണ്, NRI ലോണൊക്കെ വെച്ച് വീട് പണി തുടങ്ങി, കൊച്ചിനെ പഠിപ്പിക്കാൻ പുറത്ത് വിട്ടു, എല്ലാം നടക്കുക. പെട്ടെന്നൊരു ദിവസം ഒരു കത്ത്, കമ്പനിയിൽ നിന്ന് ജോലി ടെർമിനേഷൻ, കമ്പനി പൂട്ടുക, പറഞ്ഞു വിടുന്നു. കണക്കൂട്ടിൽ തെറ്റിയില്ലേ? ഇങ്ങനെ മനുഷ്യൻ്റെ 1000 കണക്കുകൂട്ടലും തെറ്റും. പക്ഷെ ഒന്നെനിക്കറിയാം, എല്ലാ കണക്കൂട്ടലും തെറ്റുമ്പോൾ തെറ്റാത്ത കണക്കുകളുള്ള ഒരുവനുണ്ട്. അവിടുത്തെ പേരാ യേശു. കരമുയർത്തി സ്തുതിച്ച്. മനുഷ്യൻ്റെ കണക്കുകളെല്ലാം തെറ്റുമ്പോൾ എന്തെല്ലാം കണക്കുകൾ തെറ്റിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും കണക്കുകൾ എന്തുമാത്രം തെറ്റിയിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ 1000 നൊമ്പരങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാ കണക്കുകളും തെറ്റുമ്പോൾ ഈ രാത്രി എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും തെറ്റാത്ത കണക്കുകളുള്ള ഒരാളുണ്ട്. നസറേനായ യേശു. അവനോട് പറഞ്ഞാൽ പിന്നെ ഒരുവനോടും പറയേണ്ട വരത്തില്ല കേട്ടോ. അമ്മ ആ കാര്യം യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? പിന്നെ അത് ആരോടും പറയേണ്ടി വന്നില്ല. ആരും അറിയാതെ ആ പ്രശ്നം പരിഹരിച്ചു. പുറത്തെറിഞ്ഞാൽ നാണക്കേടാ, പുറത്തെറിഞ്ഞാൽ അപമാനമാണ്. അതുകൊണ്ട് ഉരുകുകയാണ് ഒത്തിരി അമ്മമാർ. പല വിഷയങ്ങളും അവരെ ഒരുക്കുക, ചങ്കുരുകി. കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ ഈ രാത്രി കർത്താവ് പറയുന്നു, കണക്കുകൾ തെറ്റുന്നിടത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്. കണക്കുകൾ തെറ്റിയവർ, അത് പലയിടത്താകാം, ഒരിടത്താകാം, പലയിടത്താകാം. ചിലരുടെ പ്രശ്നം തലമുറകളുടെ ബന്ധത്തിലായിരിക്കാം. ചിലരുടെ പ്രശ്നം മോളെ കെട്ടിച്ചു വിട്ട വീട്ടിൽ വലിയ പ്രതീക്ഷയോടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ ദുരിതങ്ങളായിരിക്കാം. ചിലരുടെ പ്രശ്നങ്ങൾ മകൻ കെട്ടി വന്ന മകള് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ബന്ധത്തിൽ പെട്ടുപോയതായിരിക്കാം. ചിലരുടെ പ്രശ്നം സാമ്പത്തികമായി തകർന്നായിരിക്കാം. ചിലരുടെ പ്രശ്നം മക്കൾ വലിയ പ്രതീക്ഷയോടെ ലോണെടുത്ത് വിദ്യാഭ്യാസത്തിന് വിട്ടിട്ട് പഠിപ്പിക്കാൻ കഴിയാത്തതായിരിക്കാം. ഈ രാത്രി ആരോടും ദൈവാത്മാ പറയുന്നു, കാനാവിലെ വീട്ടിലെ കണക്കുകൾ ശരിയാക്കിയ കർത്താവ് ഈ രാത്രി നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. മനുഷ്യന് വേണ്ടി വരുന്ന കർത്താവ്, കുടുംബങ്ങൾക്ക് വേണ്ടി വരുന്ന കർത്താവ്, ജാതിമത ഭേദമന്യേ യേശുവിനെ ക്ഷണിക്കുന്ന ആർക്കും വേണ്ടി വരുന്ന യേശു ഈ രാത്രി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ണുകളെല്ലാം ഒരു നിമിഷവും നടച്ച് ഒന്നാമത്തെ അടയാളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ നിരകളിൽ കണക്കുകൾ തെറ്റിയ ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി കണക്കുകൾ പലയിടത്തും തെറ്റിയിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആരും അറിയാതെ എൻ്റെ കണക്കുകൾ തെറ്റിയപ്പോൾ, എൻ്റെ കണക്കൂട്ടുകൾ തെറ്റിയപ്പോൾ ഞാൻ റൂമിനകത്ത് കയറി വായി തുണി വെച്ച് കരഞ്ഞിട്ടുണ്ട്, ശബ്ദം പുറത്ത് കേൾക്കാതെ. പക്ഷെ ഒന്നെനിക്കറിയാം, കണക്കുകൾ തെറ്റുമ്പോൾ ആരും അറിയാതെ അതിന് പരിഹാരം വരുത്തുന്നൊരു കർത്താവിനെ എനിക്കറിയാം. ഈ രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി ജീവിതങ്ങളെ തൊടാൻ. എൻ്റെ കർത്താവേ,
എന്നെ സഹായിക്കണമേ. എൻ്റെ വീടിൻ്റെ ചില കണക്കുകളും എൻ്റെ ചില പ്രതീക്ഷകളും തെറ്റിയിട്ടുണ്ട്. ഈ രാത്രി അങ്ങയുടെ ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമാണ് എന്ന് ഈ ബദേൽ കൺവെൻഷനിൽ ഐക്യ കൺവെൻഷൻ ഇരുന്നുകൊണ്ട് പറയുന്നവർ ആരെയും നോക്കരുത്. കണ്ണുകളെല്ലാം അടച്ചത് പൊതുസ്ഥലമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ ഇടപെടൽ എനിക്ക് ആവശ്യമാണ്. ഇന്ന മേഖലയിൽ പറയാം അത് യേശുവിനോട്, പറയാം അത് കർത്താവിനോട്. എല്ലാ സങ്കടങ്ങളും ആരും അറിയാതെ പറയാം. യേശുവിനോട് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ മോനെ മോളെ, പിന്നത് ആരോടും പറയേണ്ട വരത്തില്ല കേട്ടോ. പിന്നത് ആരോടും പറയേണ്ട വരത്തില്ല. പിന്നെ ആരും ഇടപെടാതെ അത് പരിഹരിക്കുന്നൊരു കർത്താവുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരോടും പറയാത്ത രഹസ്യങ്ങൾ, ആരോടും പറയാത്ത വേദനകൾ, കണക്കുകൾ തെറ്റിയപ്പാ ഇന്നടത്ത വാ തുറന്ന് പറ. ആരെയും കേൾക്കരുത്. ഏറ്റവും കുറഞ്ഞ നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്ന പോലെ സ്തുതിച്ച് പറഞ്ഞേ, യേശുവേ നന്ദി, ഇന്നടത്ത് എൻ്റെ കണക്ക് തെറ്റിയപ്പാ. ഞാൻ ബലഹീനൻ, ഞാൻ നിസ്സഹായൻ, നിരാലംബൻ. എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഒരു പക്ഷേ നിൻ്റെ മതം, നിൻ്റെ വിശ്വാസം, താങ്കളുടെ രാഷ്ട്രീയ ബോധം, അതൊന്നും എൻ്റെ യേശുവിന് വിഷയമല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന യേശു ഈ രാത്രി അനേകരെ സ്പർശിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടല്ലോ. ആരുടെ കണക്കുകൾ തെറ്റിയവരുടെ കണക്കുകൾ തെറ്റിയവരെ. അവിടെ ഒരു പ്രത്യേകത, യേശു അത് പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, എല്ലാവരും പുതുവീഞ്ഞ് ആദ്യം കൊടുക്കും, പിന്നെ എളുപ്പമായത് കൊടുക്കും. പക്ഷേ അങ്ങ് പുതുവീഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചില്ലേ? പല വീടുകളും അങ്ങനെ, പല കല്യാണങ്ങളും അങ്ങനെ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ പോക്ക് കണ്ടപ്പോൾ നമുക്ക് അസൂയായിരുന്നു. എന്തായിരുന്നു, അയ്യോ അതും കണ്ട ചാട്ടവും ബഹളവും ടൂറും ബഹളവും. ഇപ്പം താണ്ട് പുതുവീഞ്ഞാറ്റുപോയി. പക്ഷേ യേശുള്ള വീട്ടിലുണ്ടല്ലോ, ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മാധുരമത്രേ. ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മാധുരമത്രേ. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമരുളീശ നീ അത്രേയൻ. ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. ആദിയെങ്കിൽ കൈപ്പാകിയിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. ഓ പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. ആമേൻ. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. ആമേൻ. പരപരമേശ പരമരുളീശ നീ അത്രേയൻ രക്ഷാസ്ഥാനം. കണക്കുകൾ തെറ്റിയ ഓരോ മനുഷ്യനും വേണ്ടിയും കാനാവിലെ വീട്ടിലെ അത്ഭുതം ഇന്നും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നൊരു വാക്കുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ വ്യക്തിപരമാണ്. പക്ഷേ വചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി, നീയും നിൻ്റെ കുടുംബവും. എത്രയോ തകർന്ന വീടുകളിൽ ഒറ്റയാൾ യേശുവിനെ അറിഞ്ഞപ്പോൾ, അച്ഛൻ കുടിയൻ, അമ്മ രോഗി, ചേട്ടൻ്റെ വഴിവീഴ്ച പോക്ക്, തകർന്ന വീട്. പക്ഷേ ഒരാൾ യേശുവായിട്ട് നിന്നപ്പോൾ ഈ വീടിൻ്റെ ശൂന്യതയെ മാറ്റാൻ കഴിവുള്ള ദൈവപ്രവൃത്തികൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്ക് നിൻ്റെ വീട്ടിൽ നിന്നാൽ മതി കുഞ്ഞെ. യേശുവുമായിട്ട് നിന്ന തകർന്ന നിൻ്റെ വീടിനെ, മദ്യപാനത്തിൻ്റെ അനുഭവങ്ങളെ, അലങ്കോലപ്പെട്ട ജീവിത കുടുംബാന്തരീക്ഷത്തെ ക്രമീകൃതമാക്കാൻ, താളമുള്ളതാക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കരങ്ങളടിച്ച് സ്തുതിച്ചേ. പുതുവീഞ്ഞ് 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 പുതുവീഞ്ഞ്.
മേത്തരമായ വീഞ്ഞും പൊതുമക്കളോടൊക്കെ പറയട്ടെ, മേത്തരമായ വീഞ്ഞ് അവസാനം വരെ സൂക്ഷിക്കുന്നതാണ് ദാമ്പത്യം. അതായിരിക്കണം ദാമ്പത്യം. 19 വയസ്സായി ആ പിതാവിന്. കഴിഞ്ഞ ദിവസം ഭയങ്കര കോടീശ്വരനായിരുന്നു. ഇഷ്ടം പൈസ എന്ന് പറഞ്ഞ പൈസയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ, ബിസിനസ്സിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ. പക്ഷേ രോഗിയായി. അപ്പോൾ അദ്ദേഹം എന്നെ കാണണമെന്നൊരാവശ്യം. ആരോ തൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ച് പറഞ്ഞ് കാണണമെന്നൊരാഗ്രഹം. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് പൊളയുക. എന്നിട്ട് പറയുന്നു, പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം, എൻ്റെ ആത്മാവിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം, എനിക്കിനും വയ്യ, പക്ഷേ ശുദ്ധീകരിക്കണം. ഓർമ്മ വന്ന പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, വേദനിപ്പിച്ചവരോടെല്ലാം ക്ഷമ ചോദിച്ചു, പിണങ്ങിയിരുന്നവരോടെല്ലാം നിരപ്പായി, എന്നാൽ ആവോളം ഓർമ്മ വന്ന എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു. ഇനി എന്നെ ഒന്ന് ഏൽപ്പിക്കണം. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പം ദൂസിയല്ലേ പൊക്ക വന്നാ മോൻ കടയിൽ പോകുന്നു, എല്ലാവരും പോവാം. പക്ഷേ അപ്പച്ചൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, അവൾ എൻ്റെ അടുക്കൊന്ന് പോകരുത്, നീ ഇവിടെ നിൽക്കണം. ആരാ? ഭാര്യയാ. എന്തിനാ? ഞാൻ പോകുമ്പോൾ നിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് വേണം പോകാൻ, നീ ഇവിടെ നിട്ടമ്പലം പോകാൻ. കരഞ്ഞുകൊണ്ട് അമ്മച്ചി പറയുക, ഈ മനുഷ്യൻ ഇങ്ങനൊന്ന് സ്നേഹിക്കാൻ ഇങ്ങേർക്ക് വേണ്ടി ഞാൻ കരഞ്ഞതിന് കയ്യും കണക്കില്ല ഫാസ്റ്റേ. പക്ഷേ ഒരു കാര്യം സന്തോഷമായി, ഇത്രയും മാറ്റം ഉണ്ടായതിന് സന്തോഷമായി. യേശു ഉണ്ടോ, അത്ഭുതങ്ങൾ നടക്കും. അവസാനം വരെ പുതുവീഞ്ഞ്. ഇന്ന് രാത്രി പുതുവീഞ്ഞ് ആനന്ദത്തെ കാണിക്കുക, വീഞ്ഞ് സന്തോഷത്തെ കാണിക്കുക, വീഞ്ഞ് സമർത്ഥ്യ കാണിക്കുക. എന്താ അറ്റുപോയത്? ഈ രാത്രി മടക്കിത്തരാൻ കഴിവുള്ള ഒരുവനുണ്ട്, അവിടുത്തെ പേര് യേശു. വെറുതെ പറയുകയല്ല പ്രിയരെ, നൂറുകണക്കിന് കുടുംബങ്ങളുടെ സാക്ഷ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയും, യേശു കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം ചെയ്യും. ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, രാജഭൃത്യൻ്റെ മകനെ സുഖപ്പെടുത്തുന്നു. വേഗത്തിൽ പോകാം. 4-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നു, കർത്താവ് ഇത് അടയാളങ്ങളുടെ രണ്ടാമത്തെ അടയാളം. 4:54 യോഹന്നാൻ 4:54 അടയാളങ്ങൾ. രണ്ടാമത്തെ അടയാളം. എല്ലാവരും ഈ അടയാളം, രണ്ടാമത്തെ അടയാളം. പ്രിയരായ എല്ലാവരെയും ബൈബിള് ഉള്ളവരെല്ലാം തുറന്ന് നോക്കണമേ. രണ്ടാമത്തെ അടയാളം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷമേൽ പാർഷ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ അടുത്തൊരു സ്നേഹിതനാണ് അദ്ദേഹം ഇവിടെ ഉള്ളത്. എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ 54-ാം വാക്യം, യേശു യഹൂദയിൽ നിന്ന് ഗലീല വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട്. എല്ലാവരും പറഞ്ഞ് എത്രാമത്തെ അടയാളം? രണ്ടാമത്തെ. എന്താ? രാജഭൃത്യൻ കഫർന്നഭൂമിയിൽ നിന്ന് കാനായി വന്നു. ഈ കാന തന്നെയാണ് ഗലീലയിലെ കാനാവ്. അപ്പം അതിൻ്റെ അർത്ഥം മറ്റ് കാനാവ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നു ഗലീലയിലെ കാനാവ്. ഇപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലം തൃശ്ശൂർ കാണാം, പല പേരുണ്ട്. അതുകൊണ്ടാണ് ഗലീലയിലെ കാന അവിടെ വന്നു. അവിടെ വന്നത് ആരാ? രാജഭൃത്യന. എവിടുന്നാണ് വന്നത്? കഫർന്നഭൂമിയിൽ നിന്ന് വന്നു. യേശു കർത്താവോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് മരിപ്പാറായി കിടക്കുക. അപ്പം കർത്താവ് ഒരു ചെറിയ പ്രസംഗം ആരംഭിക്കുന്ന പോലെ തോന്നി. കർത്താവ് പറയുന്നു, ഈ ജനം അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടിട്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. അപ്പം കർത്താവിനോട് രാജഭൃത്യം പറയുക, പൊന്ന് കർത്താവെ, കൊച്ചം മരിക്കാറായി, പെട്ടെന്ന് വാ. അർത്ഥം ഇത്രയേ ഉള്ളൂ. പച്ചയ്ക്ക് പറയുക, അപ്പന കൊച്ചം മരിക്കാറായി, ദൂരെയാ, കഫർന്നഭൂമിയിലാ, മരിക്കുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം. സംസാരിക്കാനും പ്രസംഗം കേൾക്കാനുള്ള മാനസികാവസ്ഥയല്ല. പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വാ. യേശു പറഞ്ഞു, പൊയ്ക്കാ, നിൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടിരിക്കുക. നിവൃത്തിയില്ല. ഇനിയും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും വന്നില്ല. പക്ഷേ അയാൾക്ക് പോകാതെ നിവൃത്തിയില്ല. പോയി. പോകുമ്പം താണ്ട് ഭൃത്യം വരുന്നു, ഓടി വരികയാണ്. എങ്ങനെയുണ്ട് മോനെ? അപ്പൻ ആദ്യ പിടിച്ചു പോവുക. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സമ്പ്രദായങ്ങളൊന്നുമില്ല. ഇന്നാണ് നിമിഷ നേരം കൊണ്ട് നമ്മളറിയുന്നതിന് മുമ്പ് ലോകം മുഴുവൻ അറിയും. കാരണം സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാണ്. പക്ഷേ പണ്ടോ, എനിക്ക് ഓർമ്മയുണ്ട് ഒരു മരണമൊക്കെ ഉണ്ടായാൽ രാത്രി ഒരു വണ്ടി എടുത്ത് ഒരൊറ്റ പോക്കാണ്. എന്തിനാ? അവിടെ പോയി ഇവിടെ പോയി കൊച്ചമ്മ. അപ്പോൾ വീടറിയാവുന്നതിനും വഴി അറിയുന്നവരെ പോകുന്നത്. രാത്രി ചെന്ന് ഓരോ വീടൊക്കെ വിളിച്ചുകൊണ്ട് അവരോട് മരിച്ചു എന്നുള്ള വിവരം പറഞ്ഞിട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസം അടക്കും. ഇന്നത്തെ പോലെ മോർച്ചറി വെക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് ഇത്രയും ദൂരത്ത് മോൻ്റെ പേരും അറിയാതെ ചങ്ക് പൊട്ടിപ്പോവുക. ഒരാൾ വരുന്നു, ഭൃത്യനാ, കുഞ്ഞിനെങ്ങനുണ്ട്? അവൻ പറഞ്ഞു, കുഞ്ഞ് സുഖമായി. എപ്പം? ഇന്നലെ 7 മണിക്ക് സൗഖ്യമായി. കൃത്യമാ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ, യേശു തന്നോട് പൊക്കോള എന്ന് പറഞ്ഞ അതേ നാഴികയിൽ മോന് സുഖം വന്നു. രണ്ടാമത്തെ അടയാളം എന്താ? ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ അകലെ ഒരു വിടുതൽ നടക്കും. ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ അകലെ ഒരു അത്ഭുതം നടക്കും. ഈ വാക്യം എളിയവനായ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രത്യേക ജീവിത സാഹചര്യമുണ്ട്. ഞാൻ പുറത്തേക്കൊരു കുറച്ചേറെ നാൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പ്, ഒരു 8 വർഷമെങ്കിലും മുമ്പ്, ഒരു രാത്രി ആ ദിവസങ്ങൾ പിറ്റേ ദിവസം ഞാൻ പോവുകയാണ്. അന്നൊരു ഞായറാഴ്ച വൈകിട്ട് എനിക്ക് പോകണം, ചർച്ചിൽ പറയണം. ഞാൻ വേറെ കോണ്ടിനെൻറ്റിൽ, വേറൊരു രാജ്യത്തെ ഭൂഖണ്ഡത്തിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ
ഒരുക്കപ്പെട്ട മീറ്റിംഗ് ക്രമീകരണങ്ങൾ, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും വിസ എല്ലാം ആയി പോയേ ഒക്കത്തുള്ളൂ. കാരണം അവിടെ ചെന്നിറങ്ങിയ ഉടനെ ക്രമീകൃതമായ മീറ്റിങ്ങുകളാണ്. നേരത്തെ പ്ലാൻ ചെയ്ത മീറ്റിങ്ങുകൾ 3 ആഴ്ചത്തെയാണ് പല സ്ഥലങ്ങളിൽ. എല്ലാം ക്രമീകരിച്ചിട്ട് എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വരാനൊക്കത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നതിൻ്റെ അന്ന്, ആ പോകാനിരുന്നതിൻ്റെ തലേ ദിവസം പെട്ടെന്ന് എൻ്റെ പെങ്ങൾ മരിച്ചുപോയി. അവൾ ദീർഘവർഷങ്ങൾ കിഡ്നി പേഷ്യൻ്റായിരുന്നു. അവൾക്ക് സീരിയസ് ആയി. അവൾ ICU കിടക്കുകയാണ്. വെൻറ്റിലേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ പകുതി ഒരു സിസ്റ്റത്തിൽ വെച്ചിരിക്കുക. വല്ലാത്ത ശ്വാസം മുട്ടൽ. എന്നെ കാണാൻ ചെന്നു. ഞാൻ അനുവാദം മേടിച്ച് അകത്ത് കയറി. എന്നെ കണ്ടപ്പോൾ ഒരു തരത്തിൽ ശ്വാസം മുട്ടുന്ന എൻ്റെ പെങ്ങൾ പറഞ്ഞു, നീ പോവാണോ? പോയിട്ടെന്ന് വരും? 3 ആഴ്ച. അപ്പം വരുന്നതിന് മുമ്പ് ഞാൻ മരിക്കും. അവസ്ഥ അങ്ങനെയാണ്. അപ്പം നീ വരുമോ? വന്നില്ലെങ്കിൽ 3 ആഴ്ച വെക്കുക, പാടല്ലേ? എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞിട്ട് പോകണം. വെക്കണോ വേണ്ടായോ, വരുമോ ഇല്ലയോ, അതെന്നാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകണം. ഇല്ലടി അങ്ങനെയൊന്നും പറ്റത്തില്ല. അല്ലടാ എനിക്ക് വയ്യ, കഷ്ടപ്പെടാനും വയ്യ. അപ്പോൾ നീ അതെല്ലാം ചിന്തിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകും. ഞാൻ ഇറങ്ങാൻ നേരത്ത് അവൾ പറഞ്ഞു, പോവില്ല നീ. അപ്പോൾ മുഖം മുഴുവൻ ഇതിരിക്കുക. കഷ്ടപ്പെട്ട് അത് മാറ്റിയിട്ട് പറഞ്ഞ് നല്ലൊരു ഉമ്മ വന്നിട്ട് പൊക്കോ, ഇനിയും തരാനൊത്തില്ലെങ്കിൽ. തിരിച്ചു വന്നു. രാത്രി പോകണം. ഞാൻ രാത്രി ഇത് വായിക്കാൻ തുടങ്ങി. വേദവസം വായിച്ചു. കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം എന്നും പുസ്തകമാണ്. ഈ 2-ാം അധ്യായത്തിലെത്തിയപ്പോൾ കഫർന്നഹൂമിൽ നിന്ന് കാനായി വന്നു. ഒരു രസത്തിന് ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാനാ ടു കഫർന്നഹൂം. കണ്ടെത്തിയ ഉത്തരം കൃത്യം എൻ്റെ വീടും പെങ്ങൾ കിടന്ന ഹോസ്പിറ്റലുമായിട്ടുള്ള ദൂരമാണ്. എനിക്ക് പോകാനുള്ള പച്ചക്കടിയാണ്. പൊയ്ക്കോ, ഒന്നും പറ്റില്ല. ഞാൻ പോയി വരുന്നതും വരെ ദൈവം സൂക്ഷിച്ചു. പിന്നെ എത്രയോ വർഷങ്ങൾ എനിക്കൊരു കർത്താവിനെ അറിയാം. ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൂരെ ഒരു അത്ഭുതം ചെയ്യും. ഇവിടെ നിന്നുകൊണ്ട് വേദനപ്പെടുമ്പോൾ ദൂരെ ഒരു അത്ഭുതം നടക്കും. അകലങ്ങളിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ദൈവം. കാനായില്ല യേശു പറഞ്ഞത്, പൊയ്ക്കോ. മോനെവിടാ കിടക്കുന്നേ? കഫർന്നഹൂമില. അവിടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. മറ്റൊരു ജീവിതാനുഭവം പറയട്ടെ. എന്തിനാണ് ഇത് പറയുന്നത്? വചനത്തെ അനുഭവം കൊണ്ട് ഒന്ന് സാധൂകരിക്കാൻ. എളിവന ഞാനൊരു സഭയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയി. അവിടെ പ്രസംഗിക്കുക. 8:30 മണിയാകുമ്പോൾ യോഗം തീരണം. സമയമൊക്കെ അവർ പറഞ്ഞു. 8:30 മണിക്ക് തീർക്കണം. ഒരു നേരത്തെ തുടങ്ങും. ഒരു വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്. കുടുംബ സദസ്സാണ്. കുടുംബങ്ങളായിട്ടിരിക്കുന്നു. സന്ദേശം തീരാറായി. പക്ഷേ ഒരു ദൈവസാന്നിധ്യം അവിടെ വലുതായിട്ട് വ്യാപരിക്കുന്നു. ഭയങ്കര കണ്ണീരിൻ്റെ ഒരു അനുഭവത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. കഠിനമായ പ്രാർത്ഥന, കണ്ണീരോടുള്ള പ്രാർത്ഥന. കുടുംബങ്ങളായി പ്രാർത്ഥിക്കുന്നു. 8:30 നിർത്തേണ്ട യോഗം 11:30 കഴിഞ്ഞിട്ടും 12-നോടടുത്തിട്ടും അർദ്ധരാത്രിയിലും തീരുന്നില്ല. കുടുംബങ്ങളായി വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മനസ്സിലാക്കി, പുറകിലൊരമ്മ നിൽക്കുന്നു. ആ അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം. പക്ഷേ എല്ലാവരും പോയിട്ട് പറയാൻ നിൽക്കുകയാണെന്നും എനിക്ക് തോന്നി. ആളുകൾ ഓരോരുത്തരായി പൊഴിഞ്ഞ് ആ ഹോള് ഏതാണ്ട് ശൂന്യമായപ്പം ഈ അമ്മ എൻ്റെ അടുക്ക വന്നൊരു കാര്യം പറഞ്ഞു. പക്ഷേ ഒരു കാര്യം പറയാനാണ്. മുകള് പുറത്താണ് പഠിക്കുക, ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പോൾ കുഞ്ഞ് വരുമ്പോഴും പോകുമ്പോഴെല്ലാം ഒരു പയ്യൻ്റെ കൂടെ വരുന്നത്. അവന് വിശ്വാസമല്ല. അത് തന്നെയല്ല, അത് അപകടകരമായൊരു ബന്ധമാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അമ്മ ഈ കുട്ടിയോട് പറഞ്ഞു, മക്കളെ, അമ്മ ഒത്തിരി പ്രായം കൂടുതലുള്ളതല്ലേ, അമ്മയും അവളോട് പറഞ്ഞു, മക്കളെ ഇത് അപകടമാണ്. ഉടനെ അമ്മയുടെ ഈ കുട്ടി പറഞ്ഞു, അമ്മയ്ക്കറിയില്ല, ഇറ്റ്സ് എ വെരി മെച്യൂർ റിലേഷൻഷിപ്പ്, വി ആർ വെരി തിക്ക് ഫ്രണ്ട്സ്, ഹീ ഈസ് മൈ ബെസ്റ്റി, അവനെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇറ്റ്സ് വെരി മെച്യൂർഡ്. അവിടെ അമ്മ പറഞ്ഞു, മെച്യൂർഡ് നിന്ന് എന്നോട് പറയല്ലേ മോളെ, നോബഡി ഈസ് മെച്യൂർഡ് ഇൻ ദിസ്, എസ്പെഷ്യലി റിഗാർഡിങ് ദിസ് ഏരിയ. ആരും ഇതിനകത്ത് മെച്യൂറൊന്നും അല്ല. ആണോ? അല്ല. തീപ്പൊള്ളി മടിയിൽ കൊണ്ടാടുന്ന അതെപ്പോൾ വെള്ളം കത്താം. അതുകൊണ്ട് ഇത് അപകടം പിടിച്ചൊരു പോക്കാണ്. പക്ഷെ അവളിവിടെ കേൾക്കാനാ, അവൾ പോവുക. അവർ വരുന്നതും പോകുന്നതും എല്ലാം ഒന്നിച്ചൊക്കെയാണ്. അവരിപ്പോൾ അമ്മ എന്ത് ചെയ്യാനൊക്കും, പ്രാർത്ഥിക്കുകയല്ല. പക്ഷേ ഇവിടെ ഈ കണ്ണീരോടെ പ്രാർത്ഥന നടക്കുമ്പോൾ അമ്മയുടെ ഫോൺ സൈലൻ്റാണ്. പടപടാന്ന് ഫോൺ വരുന്നു. ഒടുവിൽ അമ്മ ഈ പുറത്തിറങ്ങി ഫോൺ എടുത്ത് വിളിച്ചപ്പം മോളാ. എന്നാണ് മോളെ? അമ്മ ഈ രാത്രി എവിടെ അമ്മേ? അയ്യോ ഞാൻ ഹോളിലാണ്, 11 മണിക്ക് അവിടെ ഹോളിലെന്തുവാ മോളെ? ഭയങ്കര പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? അല്ല, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്? അല്ല, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി വന്നാലും അമ്മ പ്രാർത്ഥിക്കുന്ന മോക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ, മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ? അവൾ തട്ടിക്കയറി. സമാധാനമായില്ല നിങ്ങൾക്ക് സമാധാനമായില്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമാധാനമായില്ല, നിങ്ങൾക്ക് സമാധാനമായില്ലോ. എടി എന്നോ പറ്റി മക്കളെ. അവനിപ്പം വിളിച്ച് പറഞ്ഞു, ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കാൻ.
ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ നിങ്ങൾ കളിയാക്കും. ഒരു പക്ഷേ മറ്റുള്ളവരെന്നെ കല്ലെറി. അമ്മയ്ക്ക് കേൾക്കാം, എടുത്തിട്ട് കൊച്ച് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ ഒരു കെട്ടങ്ങ് പൊട്ടിപ്പോവുക, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക. ആ ഭാഷ ഒരു പക്ഷേ വൈകല്യപ്പെടുത്തി വ്യാഖ്യാനിക്കാം. പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടു. എനിക്കൊരു കാര്യം അറിയാം, ഒരിടത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അകലെ ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. അകലെ അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും. ഈ രാത്രി രണ്ടാമത്തെ അടയാളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നെഞ്ചുരുകി ചങ്ക് തകർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അകലെയാണ്. അവിടെ ഈ രാത്രി ഈ രണ്ടാം ദിനത്തിൽ അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങൾ ഉയർത്തി ചേർത്തടിച്ചേ, ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ചേർത്തടിച്ചേ. ഈ രാത്രി അകലങ്ങൾ അത്ഭുതം നടക്കും. കണക്കുകൾ തെറ്റിയെടുത്ത് അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കുകയാണ്. അകലെ ഒരു അത്ഭുതം നടക്കും. അകലെ 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 അകലെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുക കർത്താവേ, എളിയവൻ ഇന്ന് ഇവിടെ ഇരിക്കുക. പക്ഷേ എൻ്റെ കുഞ്ഞ്, എൻ്റെ പ്രശ്നം ഗൾഫിലാണ്, എൻ്റെ പ്രശ്നം ബാംഗ്ലൂരാണ്, എൻ്റെ പ്രശ്നം മംഗലാപുരത്താണ്, എൻ്റെ പ്രശ്നം അങ്ങ് ദൂരെ കടലിനക്കരയാണ്, എൻ്റെ പ്രശ്നം യൂറോപ്പിലാണ്. എവിടെയുമാകട്ടെ അവിടെ ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടെടുത്ത് ആ സ്ഥലത്ത്, തിരുവനന്തപുരത്ത്, മറ്റൊരു താലൂക്കിൽ, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ജില്ലയിൽ അവിടെ ഇന്നൊരു വിടുതൽ വേണം. ഞാൻ ഉരുകിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ദൈവത്തോട് പറയുന്നവർ കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച് ആത്മസാന്നിധ്യം വ്യാപരിക്കുന്നോണ്ടിരിക്കുന്ന 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ വന്നാലും അവരുടെ നടുവിൽ വരുമെന്ന് പറഞ്ഞ് ക്രിസ്തു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. നിനക്ക് വേണ്ടി അമ്മ, നിനക്ക് വേണ്ടി അപ്പ, നിനക്ക് വേണ്ടി കുഞ്ഞ്, നിനക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി അകലെ ഒരത്ഭുതം ചെയ്യാൻ എൻ്റെ യേശു വന്നിട്ടുണ്ട്. എൻ്റെ പ്രശ്നം എവിടെയാ? ഇന്നടത്ത്. അത് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർ, യേശുവേ അകലെ ഇന്ന സ്ഥലത്ത് എനിക്കിന്ന് ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഭാരപ്പെട്ടായിരിക്കുന്നത്, അവിടെ ഒരു വിടുതൽ വേണം. ഒരു പക്ഷേ വീട്ടിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഭവനത്തിലാണ്, അല്ലെങ്കിൽ ഈ യോഗത്തിന് വരാതെ എവിടെയോ അലഞ്ഞു തിരിയുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയാ അവിടെ ഒരു വിടുതൽ വേണം. മദ്യത്തിൻ്റെ ലഹരി പെട്ടുപോയ ജീവിത പങ്കാളിക്ക് വേണ്ടിയാ അവിടെ ഒരു വിടുതൽ വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കുകയും പ്രാർത്ഥിച്ച്, ആരെയും നോക്കരുത്, ഒരാളും ആരെയും നോക്കരുത്. നിങ്ങൾ ദൈവത്തോട് പറയണം, ഇന്ന വിഷയം ഇന്നിടത്ത്. നിങ്ങളുടെ ശബ്ദത്തെക്കാൾ അടുത്ത്, നിങ്ങളുടെ ശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദമുണ്ട്. യേശു ഇന്ന് രാത്രി ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരു ഇമ്പ ശബ്ദം. പറ യേശു, ഇന്നടത്ത് എൻ്റെ പ്രശ്നം, ഇന്ന വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു. അപ്പാ, എനിക്കൊരു വിടുതൽ വേണം. ഇന്ന സ്ഥലത്ത് എൻ്റെ കുഞ്ഞു കുരുങ്ങിക്കിടക്കുക, ഇന്ന വിഷയത്തിൽ, ഇന്ന സ്ഥലത്ത്. അകലെ ഒരു അത്ഭുതം. കുഞ്ഞുങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. കാനാ ടു കഫർനഹൂം. വീട്ടിൽ പോയിട്ട് ഗൂഗിളിൻ്റെയൊക്കെ ലോകത്തല്ലേ മക്കൾ സെർച്ച് ചെയ്യണം, ദ ഡിസ്റ്റൻസ്. ഇവിടെ പറഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുതം. യേശുവിൻ്റെ വചനം ഇങ്ങനെ സഞ്ചരിക്കും, വചനമയക്കും. വചനം ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ ഭൂണ് കണ്ടത്തിനപ്പുറേ അത് പ്രതിധ്വനിക്കും. അതിൻ്റെ വിടുതലുകൾ കാരാഗ്രഹത്തിനകത്തേക്ക് ചെല്ലും. അതിൻ്റെ വിടുതലുകൾ ഐസിയുവിനകത്തേക്ക് ചെല്ലും. അതിൻ്റെ വിടുതലുകൾ ഐസിയുവിൻ്റെ അകത്ത് എത്രയോ വട്ടം ഐസിയുവിനകത്ത് കയറ്റാഞ്ഞപ്പം ഞങ്ങൾ പുറത്ത് നിന്ന് ദേവദാസന്മാർ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ വചനത്തെ അയക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഞങ്ങളെ അന്ധവിശ്വാസികളെന്ന് വിളിക്കാം, ഞങ്ങളെ അന്ധവിശ്വാസികളെ പട്ടികപ്പെടുത്താം. പക്ഷെ ഞങ്ങൾ പറയും, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നുകൊണ്ട് പറയും, ഐസിയുവിൻ്റെ അപ്പുറത്ത് ഇന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, യേശുവേ ഞങ്ങളെ കടത്തി വിടത്തില്ല, വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ കടത്തി വിടത്തില്ല, അവിടേക്ക് ചെല്ലണമേ. കോവിഡിൻ്റെ ലോകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്തിടത്തേക്ക് അങ്ങ് ചെല്ലണമേ. എത്രയോ പേരെ യേശു വിടുവിച്ച സാക്ഷ്യങ്ങളുടെ ജീവനൊറ്റ സാക്ഷ്യങ്ങളുമായി ഞങ്ങൾ നിൽക്കുമ്പോൾ അകലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ്. കരങ്ങളടിച്ച് സ്തുതിച്ച് ഈ രാത്രി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരാളെ പോലും വെറുതെ ഇരിക്കരുത്. വലിയൊരു ദൈവ സാന്നിധ്യം എളിവനായി ഞാൻ എൻ്റെ അകത്തളങ്ങൾ അനുഭവിക്കുകയാണ്. ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ എവിടെല്ലാം ഈ സന്ദേശം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അകലെ അത്ഭുതങ്ങൾ നടന്നു പാസ്റ്റേ, അവിടെ ഒരു വിടുതലുണ്ടായി. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ, എൻ്റെ തലമുറയുടെ കാര്യത്തിൽ, എൻ്റെ ഇന്ന വിഷയത്തിൽ, എൻ്റെ ബിസിനസ്സിനോട് ബന്ധത്തിൽ, ഇന്നടത്ത് റിഖ നഗതന ഹംതന ശമന യേശുവിൻ്റെ നാമത്തിൽ അകലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു കർത്താവ് ഈ രാത്രി ഇവിടെ ഈ ജനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. സ്തുതിച്ച് ആരാധിച്ചേ, എല്ലാവരും സ്തുതിച്ച് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ. എന്തുകൊണ്ട്? എത്രയും കാരണമുണ്ട്. വചനം പറയുന്നു, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ,
മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ കൈയടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ, നിങ്ങൾ കൈയടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ, നിങ്ങൾ സ്തുതിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന പാകത്തിൽ ഉറക്ക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പരസ്യ സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് കർത്താവ് പറയുന്നു, കുഞ്ഞേ, അമ്മ, പിതാവേ, കൂടപ്പുറപ്പേ, നിനക്ക് വേണ്ടി അകലെ ഈ രാത്രി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. അന്ധുനിയ, റഗനിയ, അർഖന, റിഗന, ശബന, ഹദന, റിഗന, അഥനെ, റിഗനെ പ്രാർത്ഥിച്ച് 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 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവേ, ഈ രണ്ടാമത്തെ അടയാളത്തെ ഞാൻ വിശ്വസിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടാമത്തെ അടയാളം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറണമേ. ഈ രണ്ടാമത്തെ അടയാളം ഇന്ന് രാത്രി എൻ്റെ അത്ഭുതമായി മാറണമേ. നിങ്ങൾ ദൈവത്തോട് പറ, ഇന്നടത്താണ് എൻ്റെ പ്രശ്നം, നെടുമങ്ങാട്ടാണ്, കാട്ടാക്കടയാണ്, നെയ്യാറ്റിൻകരയാണ്, തിരുവനന്തപുരത്താണ്, കർത്താവേ, അല്ല കൊല്ലത്താണ്, തൃശ്ശൂരാണ്, എറണാകുളത്താണ്, അങ്ങ് ദൂരെയാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നത്തിൽ എളിയവർ പെട്ട് കിടക്കുന്നു. അകലങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. മൂന്നാമത്തെ അടയാളം, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. 5-ാം അധ്യായം 38 ആണ്ട് കുളക്കടവിൽ കിടന്ന ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുകയാണ്. 38 ആണ്ടാണ്. 38 ആണ്ടായിട്ട് കുളക്കടവിൽ കിടക്കുക ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫൊക്കെയാണ്. ഇന്നടത്ത് വന്ന് കിടന്നാൽ സൗഖ്യം കൊണ്ട് ഇന്നും മനുഷ്യൻ സൗഖ്യം തേടി ഓടുന്നവരുണ്ട്. പക്ഷേ യേശു കർത്താവ് അവനെ തേടി വരികയാണ്. 38 ആണ്ടായി കിടന്ന ഒരു മനുഷ്യൻ. യേശുവിൻ്റെ പ്രായം അന്ന് എത്ര ആയിരിക്കും? 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു, 33 മരിച്ചു. 30+ ആണല്ലോ 30+ ഉള്ള കർത്താവ്. പക്ഷേ യേശുവിനെക്കാട്ടിയും അന്നത്തെ പ്രായത്തിൽ യേശു ജഡാവതാരം എടുത്ത ക്രിസ്തുവിനെക്കാട്ടിലും പ്രായം കൂടുതലുണ്ട്. ആർക്ക്? ഇവൻ്റെ രോഗത്തിന് എത്ര വർഷമായി? 38 ആണ്ടാണ്. 38 ആണ്ടായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ അടുക്കലോട്ട് കർത്താവ് വന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ എന്തുണ്ടോ, മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഈ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, അരി എത്രാന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ കേട്ടുണ്ടോ? അരി എത്രാന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? പയറഞ്ഞാഴി. ചോദിച്ചാലല്ല ഉത്തരം പറഞ്ഞത്. ഇവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നേ പറയണം, ഐദർ യെസ് ഓർ നോ. ഇവൻ പറഞ്ഞു, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഒരു കാര്യം ഈ മനുഷ്യൻ പഠിച്ചു കേട്ടോ, 38 ആണ്ട് കിടന്നപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്, ആരുമില്ലെന്ന്. രോഗം വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ആരുമില്ല. എന്നാ കാര്യം? ആദ്യം വരും എല്ലാവരും. ഒരു അസുഖമൊക്കെ ഉണ്ടായി എന്താ വരുന്നു? പാസ്റ്റർ വരുന്നു, വിശ്വാസികൾ വരുന്നു, ബന്ധുക്കൾ വരുന്നു, പിന്നെ അങ്ങ് വരവല്ലയോ. പിന്നെയോ കുറേ നാൾ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ ആരും വരാതാവും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ, എല്ലാവരുടെയും വരവ് നിൽക്കുമ്പോൾ അവിടുന്ന് വരുന്നൊരു കർത്താവാണ്. ആരും ഇല്ലെന്നൊരു ബോധ്യം തോന്നുമ്പോൾ അവിടുന്ന് എഴുന്നള്ളി വരും. ഹല്ലേലൂയ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് ഉല്ലാസമേ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് ഉല്ലാസം. എൻ്റെ പ്രിയരെ, ആരുമില്ലാത്ത മനുഷ്യനെ തേടി കർത്താവ് വന്നു. കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എനിക്കാരുമില്ല. കർത്താവ് ഒറ്റ ഉത്തരം പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്ക. ഈ മനുഷ്യൻ്റെ പ്രശ്നത്തിന് എത്ര വർഷം പഴക്കമുണ്ട്? 38 ആണ്ട് പഴക്കമുണ്ട്. 38 ആണ്ട് പഴക്കമുണ്ട്. എൻ്റെ കർത്താവിനൊരു അത്ഭുതം ചെയ്യാൻ കഴിയും കേട്ടോ. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയും. എത്രയോ പേര് ഡയബറ്റിക്കൊക്കെ വന്ന് 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ മരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിലരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഡയബറ്റിക് എത്ര വർഷമായി? എടീ, അവൻ്റെ പ്രായം എത്ര അടി? അവന് എത്ര വയസ്സുണ്ട്? അച്ഛാ 45. അവന് ജനിക്കുമ്പോൾ എനിക്ക് ഡയബറ്റിക് ആണോ? അവനിപ്പം 45ആയി. ഇപ്പോഴും പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? 2 രീതിയിൽ കർത്താവ് പ്രശ്നം പരിഹരിക്കും. 1 രോഗസൗഖ്യം, 2 രോഗശാന്തി. എന്താ രോഗശാന്തി? പൗലോസിനോട് ദൈവം പറയുന്നു, ആ മുള്ളവിടെ ഇരുന്നോട്ടെ, പക്ഷേ എൻ്റെ കൃപ നിൻ്റെ ബലഹീനതയെ തികഞ്ഞു വരും. എൻ്റെ കൃപ സൗഖ്യം തരും കർത്താവ്. 2 രോഗസൗഖ്യവും രോഗശാന്തിയുമുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. ആ മുള്ളവിടെ ഇരുന്നോട്ടെ, പക്ഷേ ആ മുള്ളിനെ കവിയുന്ന ഒരു ദൈവ കൃപ കൊണ്ട് നിന്നെ നിറയ്ക്കാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ആണ്ടുകൾ പഴക്കമുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, എത്രയോ പേരെ എളിവൻ കണ്ടിട്ടുണ്ട്. മദ്യപാനത്തിന് വർഷങ്ങളുടെ പഴക്കം, ഇത്ര വർഷമായ ശീലമാവാസയെ വിട്ടാൻ തീരുമാനിക്കും തോറും ഒക്കുന്നില്ല. പുകവലി ഇത്ര വർഷമായി,
എങ്ങനെ നിർത്തും? എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുകവലിയുടെ പ്രായം അപ്പയ്ക്ക് ഓർമ്മയില്ല. ഏതായാലും അടിച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് അപ്പച്ചൻ വന്നിട്ട് ബംഗ്ലാവിൽ കിടക്കും തോട്ടത്തിൽ. അവർ ബംഗ്ലാവിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് മോനോട് പറയും, നീ പോയി ബീഡി കത്തിച്ചുകൊണ്ട് സിഗരറ്റ് കത്തിച്ചുകൊണ്ട് വരാൻ. ബംഗ്ലാവിൽ കൂടെ നടന്ന് അടുക്കളയിൽ ചെന്ന് കത്തിച്ചുകൊണ്ട് ഇവിടെ വരുമ്പം കെട്ടുപോകുമ്പോൾ നല്ല അടി കിട്ടും. അടിച്ചിട്ടിരിക്കുകയല്ലേ. അപ്പോൾ കെട്ട ബീഡി മുത്താനം അടി കിട്ടിയപ്പോൾ ഇടയ്ക്ക് ചെറുക്കന് കിട്ടിയൊരു ഒരു ഉത്തരമാണ്, ഇടയ്ക്കൊന്ന് വലിച്ചാൽ കെട്ടുപോത്തില്ല. അങ്ങനെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി വലിച്ചു തുടങ്ങി എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെടുമ്പോൾ ചെയിൻ സ്മോക്കറായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ആ കെട്ടങ്ങ് പൊട്ടി. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഏത് ദുശീലത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, മദ്യപാനത്തിന് വർഷങ്ങളുടെ പഴക്കം കാണാം, പുകവലിക്ക് വർഷങ്ങളുടെ പഴക്കം കാണാം, രഹസ്യ പാപങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം കാണാം. ഈ രാത്രി വർഷങ്ങളുടെ പഴക്കമല്ല എൻ്റെ കർത്താവിന് വിഷയം. ആണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം തരുവാൻ റിക്ക നഗതന ഹംതന ശകന ഹാലേലുയ യേശു വന്നിട്ടുണ്ട്. ഈ രാത്രി എന്തിന്? ഹാലേലുയ. വിവാഹം കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. എന്നാണെന്നറിയാമോ? നാട്ടിൽ ചുമ്മാ നടക്കുന്ന പിള്ളേരോട് എല്ലാവരും ചോദിക്കും, കെട്ടിയോ? കെട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും, കുട്ടിയുണ്ട്. ഇടയ്ക്കൊരു അച്ഛൻ്റെ പ്രസംഗം, ഒന്നീ കെട്ടിയോ അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ആയും? കുട്ടിയായോ? കുട്ടിയായോ? ഈ ചോദ്യമാണ്. ഇപ്പോൾ എത്ര വർഷമായി കുട്ടികളില്ല? ഇല്ലയോ? എത്ര വർഷമായി? ഞാൻ കണ്ടിട്ടുണ്ട് 8 വർഷം, 10 വർഷം, 12 വർഷം മരുന്നുകളെല്ലാം എല്ലാം നിന്നപ്പോൾ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്ന തെളിവൻ കണ്ടിട്ടുണ്ട്. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, ആണ്ടുകൾ പഴക്കമുള്ള എല്ലാ നിർജീവത്വങ്ങളെയും പരിഹരിക്കാൻ ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. കരങ്ങളടിച്ച് സ്തുതിച്ചേ. ആണ്ടുകൾ പഴക്കമുള്ള നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആണ്ടുകൾ പഴക്കമുള്ള ചില രോഗങ്ങൾ, ആണ്ടുകൾ പഴക്കമുള്ള ചില സ്വഭാവങ്ങൾ, ആണ്ടുകൾ പഴക്കപ്പെട്ട് കിടക്കുന്ന ദൈവാത്മാവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് പറയുന്നു, വർഷങ്ങളായി മിണ്ടാതിരിക്കുന്ന ചിലരോട് ഈ ദിവസം രാത്രി മിണ്ടാൻ തീരുമാനിക്കണം. അടുത്ത ദിവസം അല്ല, ഈ രാത്രി തന്നെ ഞാൻ മിണ്ടാതെ മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോത്തില്ല. എങ്ങനെ ഞാൻ മിണ്ടും? ഇത്ര വർഷമായി പിണങ്ങിയിരിക്കുക, ഇത്ര വർഷമായി അയൽക്കാരുടെ പ്രശ്നമാണ്. ഈ രാത്രി കർത്താവ് പറയുന്നു, ഏൽപ്പിച്ചു കൊടുത്താൽ ആ പ്രശ്നങ്ങൾ തീയിങ്കൽ മെഴുകുരുകും, കാറ്റിങ്കൽ പുക പതറും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പിണക്കങ്ങൾ അവസാനിക്കട്ടെ. അന്ന് രാത്രി അത്ഭുതങ്ങൾ നടക്കട്ടെ. ആണ്ടുകൾ പഴക്കമുള്ള ചില പ്രശ്നങ്ങൾ, ആണ്ടുകൾ പഴക്കമുള്ള ചില വഴക്കുകൾ, ആണ്ടുകൾ പഴക്കത്തിൽ കിടക്കുന്ന ചില കേസുകൾ, ആണ്ടുകൾ പഴക്കമുള്ള രോഗബന്ധനങ്ങൾ, ആണ്ടുകൾ പഴക്കമുള്ള ദാമ്പത്യ ബന്ധത്തിൽ മക്കളുണ്ടാകാതെ പോയവർ, യേശുവേ ഈ രാത്രി പഴക്കങ്ങളുടെ തഴക്കം നോക്കിയല്ല എൻ്റെ കർത്താവ് വിടുവിക്കുന്നത്. യേശു വന്നാൽ അത്ഭുതം നടക്കും. മൂന്നാമത്തെ അടയാളം, കാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണെങ്കിൽ ഈ രാത്രി ദൈവിക രോഗശാന്തി വ്യാപരിക്കട്ടെ, ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ട് അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ഹല്ലേലൂയ. ഗിലെയാദിലൊരു വൈദ്യനുണ്ട്, അവിടുത്തെ കയ്യിൽ സുഗന്ധ തൈലമുണ്ട്. യേശു വന്നിട്ടുണ്ട്. എന്തിന്? ആണ്ടുകൾ പഴക്കമുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ആണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്തുവാൻ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അന്ന് സന്ധ്യയായി അക്കരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ പടകെത്തുന്നില്ല. കൊടുങ്കാറ്റടിച്ചു. 4-5 നാഴിക ദൂരത്തോളം പോയി. അവർ കണ്ടു യേശു കടൽമേൽ നടന്നു വരുന്നത് കണ്ടു. കടൽമേൽ കണ്ടു പേടിച്ചു. യേശു അവരോട് പറഞ്ഞു, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകുന്നു, പേടിക്കേണ്ട. അവർ അവനെ പടകി കയറ്റുവാൻ ഇച്ഛിച്ചു. പടക് അക്കരെ എത്തി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, സന്ധ്യയായപ്പോൾ, എന്താണ് സന്ധ്യയെങ്കിൽ കരച്ചിൽ വരുമോ? സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് വരുമ്പോൾ പിന്നെ ആർക്കും സഹായിക്കാൻ ഒക്കത്തില്ല. എന്നാൽ സന്ധ്യയ്ക്ക് ഇരുട്ടത്ത് ആർക്കും വഴി കടിക്കാൻ കഴിയാത്തപ്പോൾ, ആർക്കും സഹായിക്കാൻ കഴിയാത്തപ്പോൾ, 4-ാം യാമത്തിൽ മുറ്റും കടൽ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖി അവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെ ഉണ്ടോ? അത് അനുഭവിച്ചിട്ടുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. എത്രയോ രാത്രികളിൽ നാളെ എന്താകും എന്നുള്ള പ്രതിസന്ധികൾക്ക് നേരം വെളുക്കുകളൊക്കെ ഈ പാട്ടും പാടി ഇരുന്നിട്ടുണ്ട്. എന്താ? മുറ്റും കടൽ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖി അവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാൻ ജീവിതം വേറെയുണ്ടോ? യേശു കയറിയ പിന്നെ പടക അക്കരെ എത്തും. കാറ്റ് അത് പ്രതിസന്ധികളെ കാണിക്കുകയാണ്. അവിടേക്ക് യേശു എത്തുകയാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. വീണ്ടും കാണുകയാണ്. എന്താണ്? 6-ാം അധ്യായത്തിൽ അവിടെ കാണുന്നു. അവിടെ മലമേ കയറി യേശു ഇരിക്കുന്നു.
യേശു അവരോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണോ? അതവരെ പരീക്ഷിപ്പാൻ ചോദിച്ചു. 7-ാം വാക്യത്തിൽ കാണുന്നു, 6:7, ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 അപ്പം മതിയാകില്ല. കണക്ക് കൂട്ടുകയാണ്. 200 അപ്പത്തിന് മതിയാകത്തില്ല. പക്ഷേ അവിടെ അന്ത്രയോസ് ഉണ്ടായിരുന്നു. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലകനുണ്ട്, ബാലകൻ്റെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പവും 2 മീനും ഉണ്ട്. 5 അപ്പവും 2 മീനും ഉണ്ട്. എൻ്റെ ചിന്തകൾ, എൻ്റെ ധ്യാനത്തിൽ ഞാൻ നോക്കിയാണ് ഈ ബാലകൻ എവിടുന്നായിരിക്കും വന്നത്. ഒരു പക്ഷേ ധ്യാനത്തിന് ചിന്തകൾക്ക് കാശ് കൊടുക്കണ്ടായല്ലോ. ഞാൻ നോക്കി ഈ വാൻ എവിടെ നിന്നാണ് വന്നത്. പല കാര്യങ്ങൾ കണ്ടും കേട്ടും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. ഈ മോഹം വന്നത് ഒരു വീട്ടിൽ നിന്നാണ്. ഏതായാലും ഒരു അമ്മയുടെ മോനല്ലേ, 5 അപ്പവും 2 മീനും ഉണ്ട്. ഞാൻ ഓർത്ത് എന്തിനാ ഇവനെ വിട്ടത്, അവനെ വിടാൻ കാര്യം കാണാമായിരിക്കും. അവർക്ക് പല മക്കളുണ്ട്. മൂത്ത മോൻ ഭയങ്കര മിടുക്കനാണ്. അവനിപ്പോൾ എവിടെ വിട്ടേക്കാന്നറിയാമോ? അവനെ നീറ്റിൻ്റെ എൻട്രൻസിന് കോച്ചിങ്ങിന് വിട്ടേക്കുക. അവൻ ഭയങ്കര മിടുക്കനാണ്. പിന്നെ ഒരു മൂത്ത മോളുണ്ട്, അവൾ സെൻറ്റ് സ്റ്റീഫൻസിൽ നിന്ന് BA എക്കണോമിക്സ് പാസ്സായിട്ട് ഇപ്പോൾ IAS ട്രെയിൻ ചെയ്യുകയാണ്. അവൾ മിടുക്കിയാണ്. ഇവൻ ഒരു വക പഠിക്കത്തില്ല. അവനെ എങ്ങനെ 10ാം ക്ലാസ് ഒന്ന് പാസ്സാക്കി എടുത്തിട്ടാൽ എന്തെങ്കിലും കൊടുക്കുക, അതാണ് സർട്ടിഫിക്കറ്റ് വേണ്ടേ. അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു വന്നിട്ടുണ്ടെന്ന് കേട്ടത്. ഇവനെ ട്യൂഷന് വിട്ടിയാൽ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അവനെ അതുവഴി പോയാൽ ഇതുവഴി പോകും. ഒടുവിൽ അമ്മ ഒരു കാര്യം ചെയ്തു, 5 അപ്പവും 2 മീനും കൊടുത്ത് എവിടെ വിട്ടു? യേശുവിൻ്റെ അടുക്ക വിട്ട്. പലപ്പോഴും ഞങ്ങൾ VBS നടത്തുന്നവരാ. കേരളം കണ്ട ഏറ്റവും വലിയ VBSകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ദൈവകൃപയാൽ ഇവിടെ ഇരിക്കുന്ന ഒരു സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരിവിടെ ഉണ്ട്, വന്നിട്ടുള്ളവരുണ്ട്. അപ്പം പിന്നെ VBS എന്തോ ടെൻഷൻ അറിയാം. 2000 പിള്ളേരെ വെച്ചുകൊണ്ട് ഞാൻ എളിവൻ VBS നടത്തിയിട്ടുണ്ട്. തെക്കോട്ട് പോകാൻ ബസ്സിൽ കയറാൻ പറയുമ്പോൾ വടക്കോട്ടോളം കയറും, വടക്കോട്ടോളം കയറാൻ പറയുമ്പോൾ തെക്കോട്ടോളം കയറും. എന്തോ പാടാന്നറിയാം. ഇവർ വീട്ടിൽ ചെല്ലുന്ന പോലെ നമുക്ക് ചങ്കിടിപ്പാണ്. ഏതോ നമ്മൾ ചിലപ്പം തീരുമാനിക്കുന്നു VBS വേണ്ട, ടെൻഷനല്ലേ. അപ്പം ഞങ്ങളോട് ഓരോ അമ്മമാർ പറയും, പക്ഷേ ഇനി VBS ഇല്ലേ? ഇല്ല ആൻറ്റി, ഭയങ്കര ടെൻഷൻ. അയ്യോ നിർത്തല്ലേ, നല്ല കാര്യമാണ്. ഇവർക്ക് VBSന് വിടുന്നത് വലിയ നല്ല കാര്യം ആയതുകൊണ്ടൊന്നും അല്ല. അവധി ഇടുമ്പോൾ ഇവരെ എന്തോ ചെയ്യണമെന്ന് അറിയാതിരിക്കുക. അപ്പോഴാണ് VBS വരുന്നത്. നമ്മൾ വണ്ടി കൊണ്ട് എല്ലാം കയറ്റി വെച്ചാൽ അത് വീട്ടിൽ കൊണ്ടുവരും. ഇതിനിടയ്ക്ക് അങ്ങോട്ട് ഞങ്ങളുടെ നല്ല ട്രെയിനും എന്താണ് ഈ ഡയറക്ടർമാരില്ലേ, ഇവന്മാരെല്ലാം കൂടെ ഇപ്പോഴത്തെ പിള്ളേരെ ചാടിക്കും. യേശു തേരാ നാം സബ്സേ ഊഞ്ചോ ഹേ എന്ന് പറയുന്ന തുള്ളി ചാടിച്ച് ഇടയ്ക്കൊരു പപ്സും കൊടുത്ത് തിരിച്ചു വിടും. വീട്ടിൽ ചെന്നാൽ ഒറ്റ ഉറക്കം പിറ്റേ ദിവസം എഴുന്നേക്കത്തുള്ളൂ. ഒറ്റ ആഴ്ച മുമ്പോട്ട് ചാടിച്ച് അവിടെ എനർജി മുഴുവൻ കളയിപ്പിച്ചാണ് കൊണ്ടുവന്നേ. അങ്ങനെ ഒരു പക്ഷേ വീട്ടിൽ തലവേദനയായ കൊച്ചനെ 5 അപ്പവും കൊടുത്ത് അമ്മ പറഞ്ഞു വിട്ടു, അവിടെ ഇരുന്നോണം, ഇടയ്ക്ക് വരണ്ട, അതിനപ്പം കൊടുത്ത് വിട്ടേ. പക്ഷേ തലവേദന ഉള്ളവനെ തമ്പുരാൻ്റെ കൈ കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അവനൊരു അനുഗ്രഹമായി മാറിയത് കണ്ടോ? അനുഗ്രഹമായി കരമടിച്ച് സ്തുതിച്ചേ. അവൻ അനുഗ്രഹമായി മക്കളെ, അവൻ അനുഗ്രഹമായി. മൂത്തവൻ എന്തോ ആയി, അവൻ നീറ്റൊക്കെ എഴുതി MTech വരെ പഠിച്ചു. അവനിപ്പോൾ എവിടെ? അവനൊരു പെണ്ണിനെ കെട്ടി അമേരിക്കയിലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ കോള് കാണിക്കും, മക്കളെ ദിസ് ഈസ് യുവർ ഗ്രാൻഡ് മാ, ഹായ് അമ്മ എന്ന് പിള്ളേരൊക്കെ പറയും. വേറെ പ്രയോജനമൊന്നുമില്ല, മറ്റവരെയും കാണാനില്ല. പക്ഷെ അമ്മ ഇപ്പോൾ അറിയപ്പെടുന്ന ആരാന്നറിയാമോ? ഈ 5 അപ്പം കൊണ്ട് 5000 വിശ്വാസികളുടെ പാസ്റ്ററായവൻ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ 5000 വിശ്വാസികളുള്ള പാസ്റ്ററായി. ഇപ്പോൾ അമ്മ അറിയപ്പെടുന്ന ആളുടെ പേരില്ല, ഇവൻ്റെ പേരില്ല. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിവുള്ളൊരു കർത്താവുണ്ട് കേട്ടോ. ലോകം തള്ളിയതിനെ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്ത്, ധനവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ഹല്ലേലൂയ ദരിദ്രന്മാരെ തിരഞ്ഞെടുത്ത്, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായി തിരഞ്ഞെടുത്ത കർത്താവ് ഈ രാത്രി പറയുക, കുഞ്ഞേ, നീ വീട്ടിൽ തള്ളപ്പെട്ടവനാണെങ്കിൽ, നീ വീട്ടിൽ ഉടഞ്ഞവനാണെങ്കിൽ, നീ വീട്ടിൽ ഒഴിവാക്കപ്പെട്ടവനാണെങ്കിൽ, എല്ലാവർക്കും മാർക്കുള്ളത് കൊണ്ട് അവർ ചോദിച്ചാൽ എല്ലാം കൊടുക്കുക. മാർക്ക് കുറഞ്ഞവനെ ചോദിക്കും, പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങിപ്പോകും. പക്ഷേ എൻ്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. യേശുവിൻ്റെ അടുക്കിലേക്ക് കൊടുത്താൽ ഉണ്ടല്ലോ, അവനൊന്ന് ഉയർത്തി വാഴ്ത്തിക്കഴിഞ്ഞാൽ നുറുക്കോ. എന്തിനാ കർത്താവ് ഈ വാഴ്ത്തല്? എല്ലാവർക്കും ഇഷ്ടമാണ്. 5 അപ്പം എടുത്ത് കർത്താവ് ഒന്ന് വാഴ്ത്തിയപ്പം ഭയങ്കര ഇഷ്ടമോ? വാഴ്ത്തി, അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പിന്നൊരു പരിപാടി ഉണ്ട്, നുറുക്കോ. ഞാൻ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്ര നുറുക്കൽ? ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത സങ്കടം, ആർക്കുമില്ലാത്ത ഭാരം. തമ്പുരാൻ പറഞ്ഞു, നീ നിനക്ക് മാത്രം ഉള്ളവനാണെങ്കിൽ നിനക്കൊരു നുറുക്കലുമില്ല. നീ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകണമെങ്കിൽ നിന്നെ ഞാൻ നുറുക്കിയെടുക്കോ. ഹല്ലേലൂയ. ഈ രാത്രി നുറുക്കം എന്തിനെന്ന് നോക്കി ചോദിക്കുന്നുണ്ട്. പറയുക, നീ നിനക്കുള്ളവനെങ്കിൽ നുറുക്കമില്ല കുഞ്ഞേ. എന്നാൽ നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണമെങ്കിൽ അമ്മ 5 അപ്പം
അഞ്ചപ്പം കൊണ്ട് അവനെ വിട്ടു. അമ്മയുടെ മോൻ്റെ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ 5000 പേർക്ക് അനുഗ്രഹമായെങ്കിൽ ഈ രാത്രി ചിലരോട് ദൂത് പറയുക, ഇന്ന് നീ ആരെ ഓർത്ത് ഭാരപ്പെടുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ തമ്പുരാൻ്റെ കയ്യിലേക്ക് ഉയർത്തി കൊടുത്ത അവനെ അവളെ അനുഗ്രഹമാക്കാൻ കഴിവുള്ള ഒരു യേശു ഈ രാത്രി വന്നിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എന്നെ കൊണ്ട് ഒക്കുന്നില്ല അവനെ അവളെ ശരിയാക്കാൻ. അവരുടെ വിദ്യാഭ്യാസം എന്താകും? ഇങ്ങനെ പോയാൽ അവരുടെ ഭാവി എന്താകും? എനിക്കറിയില്ല കർത്താവേ. അവരുറങ്ങിക്കിടക്കുമ്പോൾ നോക്കി നീ കരഞ്ഞിട്ടുണ്ട്, നെടുവീർപ്പിട്ടിട്ടുണ്ട്. മറ്റുള്ള മക്കളുടെ നല്ല മാർക്ക് കാണുമ്പോൾ നീ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രി അമ്മ നിന്നോട് പറയുക, തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഈ രാത്രി വന്നിട്ടുണ്ട്. ഉയർത്തി കൊടുക്കുക യേശുവേ. ആ അമ്മ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം വിട്ടത്. ഞാനതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാന ശാസ്ത്രത്തിൽ അതിന് അപകടമാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ രാത്രി ആ കുഞ്ഞിനെ അവ 5 അപ്പോ ഒരു പക്ഷേ എന്തായിരിക്കും? എൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട്, അവൻ ബിടെക് എഞ്ചിനീയറായി. അവൻ നല്ല മിടുക്കനാണ്, വലിയ കഴിവൊന്നുമില്ല. പക്ഷേ അവൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ, ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ 2 അക്ക മാർക്ക് കാണുന്നത് 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിനാണ്. 2 അക്ക മാർക്കെന്ന് പറയുമ്പോൾ മനസ്സിലായ മക്കളെ, എത്ര മേളിലാണ്? 9 മേളിലാണ്. പിന്നെ എങ്ങനെ ജയിച്ചെന്ന് ചോദിച്ചാൽ ടീച്ചർമാർക്ക് ഇഷ്ടമാണ്. ടീച്ചറേ സാധനം മേടിച്ചുകൊണ്ട് തരണ്ടേ, ടീച്ചറേ ചായ കുടിച്ചോ, ടീച്ചർമാരുടെ പുറകെ നടക്കും. അതുകൊണ്ട് അവരൊക്കെ അങ്ങ് 9-1 എങ്ങനെയൊക്കെയോ ജയിപ്പിച്ച് വിട്ടു. പക്ഷേ അവന് വലിയ കഴിവൊന്നുമില്ല. ഹോളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കഴിവില്ല കർത്താവേ. അവൻ്റെ അമ്മ എല്ലാ ശനിയാഴ്ചയും വന്ന് ഹോള് നോക്കും, എൻ്റെ കുഞ്ഞിന് കഴിവില്ല കർത്താവേ. തമ്പുരാൻ്റെ കൃപയാ അവനും ബിടെക് പാസ്സായി. ഞാൻ കൊണ്ട് പറഞ്ഞ് സൂക്ഷിച്ച വീട് പണിയാവും. നീ പണിയുന്ന വീടിന് എനിക്ക് ഉറപ്പില്ല, കാരണം നീ എങ്ങനെ പാസ്സായെന്ന് എനിക്കും അറിയത്തില്ല. അവൻ കരഞ്ഞുകൊണ്ട് പറയും, അമ്മ ഹോള് വന്ന് തൂത്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാസ്സായത്. ഈ രാത്രി വേറൊരു നിലയിൽ ദൈവം അവനെ ഉയർത്തി മാനിച്ചു. ഒരു ബിസിനസ്സിൽ ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുക, നിനക്ക് കഴിവില്ലെങ്കിൽ ഉയർത്തി കൊടുത്തേ തമ്പുരാൻ്റെ എടുക്കലോട്ട്. കർത്താവ് വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. എന്താകും എൻ്റെ ഭാവി? എന്താകും എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി? കർത്താവ് രാത്രി പറയുക, യേശുവിൻ്റെ കരത്തിലോട്ട് കൊടുത്തേ. അവിടുത്തെ കരത്തിൽ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച കർത്താവ്. 2 ആവശ്യം വലുതാ. ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണം, ഞാൻ എന്തോ ചെയ്യും കർത്താവേ? ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്. എന്ത് ചെയ്യും? കൊച്ചിനെ കെട്ടിക്കണം, എന്ത് ചെയ്യും അറിയില്ല. കുഞ്ഞിനെ പഠിപ്പിക്കണം, എന്ത് ചെയ്യും അറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഒന്നുമില്ലാതെ ഞങ്ങൾ ആരംഭിച്ച എത്രയോ കാര്യങ്ങൾ അത്ഭുതകരമായി നടന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പാടും, ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാ ജീവിതം വേറെയുണ്ടോ? ആവശ്യം വലുത്, കയ്യിലുള്ളത് ചെറുത്. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള യേശു ഈ രാത്രി വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. 1 2 3 4. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 അടയാളങ്ങൾ വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ഈ രാത്രി ചിലരുടെ ജീവിതത്തിൽ ചില മക്കളെ വിടിവിക്കുവാൻ, തള്ളതിനെ മൂലക്കല്ലാക്കാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഒരു അർത്ഥവിരാമം കുറിക്കുക. ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്കിന്ന് രാത്രി ഒരു വിടുതൽ ആവശ്യമുണ്ട്. കർത്താവെ, എനിക്കൊരു മേഖലയിൽ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ എൻ്റെ ജീവിതം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ അടയാളം എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറണ. ഞാൻ വചനം പറയുമ്പോൾ, ഈ വചനം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഈ അടയാളം എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതമായി മാറണ. ഈ മേഖലയിൽ ഞാനുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, എൻ്റെ മാർക്കിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, എൻ്റെ കഴിവില്ലായ്മയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ രാത്രി ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വരികയാ. എടുത്തോ, വാഴ്ത്തിക്കോ, നുറുക്കിക്കോ, സമ്മതമാ എന്ന് പറയുന്നവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രശ്നത്തിന് മുമ്പിലാണ് ഞാൻ. കർത്താവെ, എന്നെ സഹായിക്കണമെന്ന് പറയുന്നവർ, എൻ്റെ പ്രശ്നം അങ്ങ് ദൂരത്താ, അവിടെ ഒരു വിടുതൽ വേണമെന്ന് പറയുന്നവർ, എൻ്റെ കണക്കുകൾ തെറ്റി എന്ന് പറയുന്നവർ എഴുന്നേറ്റ് നിന്നാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഈ രാത്രി വലിയൊരു ദൈവ സാന്നിധ്യം ഒളിവനായി ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളെല്ലാം അടയ്ക്കണം. എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ്. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടിവിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി പന്തലി വന്നിട്ടുണ്ട്. എന്തിന് യേശു വന്നിട്ടുണ്ട്? യേശു വന്നിട്ടുണ്ട്. നിങ്ങളെ സ്പർശിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യാവശ്യമുള്ളവർ പൊയ്ക്കൊള്ളുക, അത്യാവശ്യം ഇല്ലാത്തവരെല്ലാം ഇവിടെ നിൽക്കുക. പ്രാർത്ഥിക്കേണ്ടവർ നിൽക്കുക. കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച് ഹൃദയം നുറുങ്ങി. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു കൊച്ചു വാചകം എളിവൻ വായിച്ചു. ഹന്നായെക്കുറിച്ചാണ്. അവൾ ശബ്ദം കേൾക്കാനില്ല, പക്ഷേ അവിടെ ഹൃദയം പകർന്നു. അവിടെ സങ്കടം ആധിക്യം വലുതായിരുന്നു, അവിടെ നിന്ന വലുതായിരുന്നു. ആണ്ടുകൾ പഴക്കമുണ്ട്, അവൾക്ക് മക്കളില്ല, അതുകൊണ്ട് തന്നെ അവൾ നിന്ദിക്കപ്പെട്ടു. അവൾ അവിടെ സങ്കടം കർത്താവിനോട് പറഞ്ഞെങ്കിൽ ഈ രാത്രി തങ്ങളുടെ വേദനകൾ ദൈവത്തിനോട് പറയുന്നവർ, ഹല്ലേലൂയ. ഓരോ അടയാളങ്ങൾ
ഓരോ അടയാളങ്ങൾ നമ്മുടെ അത്ഭുതങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവ് നമുക്ക് വേണ്ടി ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ.